ഇപ്പം എൻ്റെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഇത്രയും വേറെ ആൾക്കാർ ചെയ്തൊരു വർക്ക് പോലും നോക്കാതെ പോലും പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ ഇല്ലാതാക്കാനുള്ള പ്ലാനിങ് തന്നെയാണ് നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടാർഗറ്റ് മാധവ് തന്നെയാണ്. ആറ്റിക്കിടക്കുന്ന മണൽ വാരിയാൽ പ്രകൃതി നശിക്കുമെന്ന് പറയുന്ന കുറെ മണ്ടന്മാരും അവരുടെ പാഴ്വാക്ക് കേട്ട് തോക്കും ചൂണ്ടി മണൽ ലോറിയുടെ പുറകെ നടക്കുന്ന കുറെ പോലീസുകാരും. എന്റെ ഫ്രട്ടേണിറ്റിയിലുള്ള സിനിമാക്കാരോട് എനിക്ക് ഒന്ന് എടുത്തു പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് കാലത്തിന്റെ മാറ്റമാണ്. നമ്മൾ ഫാൻസിനെ അംഗീകരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ക്രിട്ടിക്സിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പറഞ്ഞു കൊടുക്കണ്ടേ ഡോക്ടറെ, ഞാനിത് ആദ്യം മുതലേ പറയുന്നതാണ്. അല്ലാതെ അദ്ദേഹം റിവ്യൂ ഇടുന്നുണ്ടോ അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് യാതൊരു വിധ ഇതുമില്ല, എതിർപ്പില്ല. ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് മാത്യു. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുപോലത്തെ ഫാൻസിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിട്ടിക്സിനെ ഈ കാലത്ത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. யாரு சொன்னா என்ன சொல்றதுல பாயிண்ட் இருந்தா நம்ம எடுத்துக்கணும்ல. ഭയങ്കര ഇറ്റ് ഡസന്റ് സൗണ്ട് ലൈക്ക് ക്രിറ്റിസിസം ഓർ നെഗറ്റീവ് റിവ്യൂ. ഭയങ്കരമായിട്ട് അവഹേളിക്കുന്ന പോലെയാണ് പറഞ്ഞത്. 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പെടണോ. നാണം ഉണ്ടാടാ പട്ടിയെ പോലെ വാങ്ങാൻ വാണമേ. അതിന് ഇത്തരം ആൾക്കാരെ കൃത്യമായിട്ട് നമ്മൾ നല്ല സിനിമ ചെയ്ത് വായടപ്പിക്കുക എന്നല്ലാതെ പരിഹാരമില്ല. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. ഇനി ഞാൻ കുറെ പഠിക്കേണ്ടതുണ്ട്. അത് ഞാൻ പഠിച്ചൊരു ബെറ്റർ ആക്ടർ ആവാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. അതിലെനിക്ക് സിനിമയിലൂടെ പറ്റത്തുള്ളൂ. നിന്റെ കൂടുതൽ അഭിനയം ആ നാട്ടുകവിടാന്നുള്ള പടത്തെ ഞാൻ കണ്ടു. ഒരു ചേട്ടന്റെ സ്ഥാനത്ത് പറയുക, നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല മോനെ. അതോടൊപ്പം തന്നെ അശ്വന്തിനെ വിളിച്ചിട്ട് വധഭീഷണി മുഴക്കുകയും തല്ലുകയും ചെയ്യുമെന്ന് പറയുന്ന എന്റെ ഫ്രട്ടേണിറ്റിക്കകത്തുള്ള സിനിമാക്കാരോട് എനിക്ക് പറയുന്നത് അതും ശുദ്ധ പോക്കൃത്തരം തന്നെയാണ്. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ടീമാണ്. അത്രയും തീട്ടപ്പെടണോ. തീട്ടപ്പടം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഇത്തരം, ഞാൻ പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്യുന്ന ഇത്തരം ക്രിറ്റിസിസത്തിനെ നമ്മൾ വെൽക്കം ചെയ്തേ പറ്റൂ. എന്നാലും മാത്രമേ നമുക്കും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമസ്കാരം. ഇങ്ങോട്ട് ക്ഷണിച്ചേ. ഇവനൊക്കെ തള്ളക്ക് വിളി കേട്ട് കാണുന്നു. ഈ അങ്കമട്ടാസം ശരിക്കും എന്താ ആ സിനിമ എങ്ങനെയാ മാധവിലേക്ക് എത്തുന്നത്? അതൊരു വലിയ കഥയാ. പരിചയമുള്ള ഒരു അങ്കിൾ വഴിയാണ് എത്തുന്നത്. ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ടു ബി വെരി ഫ്രാങ്ക് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഫോർ മീ. ഇവന്റെ കംബ്ലൂസ് നാരങ്ങ പോലത്തെ മോന്ത കണ്ടപ്പോഴേ എനിക്ക് തോന്നി നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. പക്ഷെ ഞാൻ എന്നെക്കാട്ടിലും ഇത്രയും പ്രായവും ഇത്രയും എക്സ്പീരിയൻസും കൂടുതലുള്ള ഡയറക്ടറോട് ഞാൻ എന്റെ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ സിനിമ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും ചേട്ടാ എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു. മെഗാസ്റ്റാറുകളൊക്കെ അങ്ങനെ ക്യാരക്ടർ പറഞ്ഞാ മതി, ബാക്കി കഥ അവരുടെ സൗകര്യത്തിന് അവരുണ്ടാക്കും. എന്തായിരുന്നു ആ കഥ? പ്രേമലു ആ ക്യാരക്ടർ അതേപോലത്തെ ഒരു സോഫ്റ്റ് ബോയ് ക്യാരക്ടർ. പ്രേമലു ആ ക്യാരക്ടർ അതേപോലത്തെ ഒരു സോഫ്റ്റ് ബോയ് ക്യാരക്ടർ. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. ഈ സിനിമ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും ചേട്ടാ എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. സത്യത്തിൽ പൊട്ടിത്തെറിച്ചപ്പോഴാ നിങ്ങളുടെ പടക്കങ്ങൾ പൊട്ടുന്നതാണെന്ന് എനിക്ക് ബോധ്യമായത്. ഈ ജനറേഷനിൽ പറയാമല്ലോ, എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മന കയറ്റിയത്? എന്റെ ആ ഒരു അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഒപ്പീനിയൻ, എന്റെ ജസ്റ്റ് ഒരു അഭിപ്രായം മാത്രമാണ്. എന്തിനാടാ പോയി വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ആ അഭിപ്രായം എടുത്ത് അതിൽ വർക്ക് ചെയ്തു. എന്റെ അഭിപ്രായത്തിനെ കാട്ടിൽ ഒരുപാട് ബെറ്റർ ആക്കിയ സ്ക്രിപ്റ്റ്. ഇവനൊന്നും വേറെ പണിയില്ലേ? ഇതിനും ഭേദം വീട്ടിനായിട്ട് സീരിയൽ കാണാറുണ്ട്. ഓരോരോ പ്രാന്ത്. സിനിമ ഇഷ്ടമുള്ള ഒരു പ്രേക്ഷകനും അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയെ പോലും അവഹേളിക്കത്തില്ല. അവന്റെ മെക്കിട്ട് കയറിട്ടോ എന്റെ മെക്കിട്ട് കയറിട്ടോ ഒരു കാര്യമില്ല. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ?